ചെടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് റീഅറേഞ്ച് ചെയ്ത് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്റ്റാൻഡ് കുറേ ദിവസമായി പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ട് നല്ല പൊടി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ചെടികളും റീപോട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാൻഡ് ഞാൻ കുറേ മുമ്പ് ഡിസൈനൊക്കെ കാണിച്ചിട്ട് ഉണ്ടാക്കിച്ചതാണ്. ഇപ്പോൾ ഓൺലൈനായിട്ട് നല്ല അടിപൊളി സ്റ്റാൻഡുകളൊക്കെ കാണാം. അതിലൊക്കെ ഇങ്ങനെ ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല രസമാണ് അല്ലേ. വൈറ്റ് പോട്ടിലാണ് കേട്ടോ ഞാൻ പ്ലാന്റ്സൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്നർ പോട്ടും ഔട്ടർ പോട്ടും ഒക്കെ വെച്ചെടുക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്ലാന്റ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഒരേ സ്ഥലത്ത് ഒരേ ചെടികൾ തന്നെ ഇരിക്കുമ്പം നമുക്കും ഒരു മടുപ്പാവില്ലേ. അപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പം പോത്തോസിൻ്റെ വെറൈറ്റീസ്, ഫേണിൻ്റെ വെറൈറ്റീസ്, അങ്ങനെ നമുക്ക് പ്ലാന്റ്സ് മാറി മാറി വെച്ചെടുക്കാം. ഞാനിപ്പോൾ സിങ്കോണിയത്തിൻ്റെ 3 വെറൈറ്റീസാണ് വെച്ചെടുക്കുന്നത്. എല്ലാം നല്ല അടിപൊളിയായി ബുഷിയായി വന്നിട്ടുണ്ട്. വൈറ്റ് പോട്ടിൽ വെച്ച് കൊടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഒക്കെ ഇങ്ങനെ ബുഷിയാക്കി വളർത്താൻ നീണ്ടു വരുന്ന കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറേ കഴിയുമ്പോൾ ഒന്ന് റീപോർട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. സിങ്കോണിയം എന്ന് പറയുമ്പോൾ ഒരു ക്ലൈമ്പിംഗ് പ്ലാന്റ് ആണല്ലോ. അപ്പോൾ വേഗം വള്ളികളായിട്ട് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് കട്ട് ചെയ്ത് നിർത്തിയാലാണ് നല്ല ഭംഗിയായിട്ട് ബുഷിയായിട്ട് ഇരിക്കുള്ളൂ.